സംഗമം. അതിൽ കാണികൾ കുറഞ്ഞെന്ന് പറഞ്ഞ് ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്കിയിരുന്നു കോൺഗ്രസും ബി.ജെ.പിയും. എന്ത് കാര്യം? സംഗമം നടത്തുമെന്ന് പറഞ്ഞ ദിവസം മുതൽ ദാ ഈ നിമിഷം വരെ രാഷ്ട്രീയ കേരളം മറ്റെന്തെങ്കിലും ചർച്ച ചെയ്തോ? ഒരു പരിധിവരെ രാഹുൽ മാങ്കുട്ടത്തിലിനെ വരെ കേരളം മറന്നില്ലേ? സംഗമം മുതലെടുത്ത് മണ്ഡലത്തിൽ നിന്ന് മിസ്സിംഗ് ആയ MLA വീണ്ടും പാലക്കാട്ടെ ജനങ്ങൾ കണ്ടു. സംഗമത്തിന് ശേഷം വിശ്വാസം ഇടത്തോട്ട് എന്ന് ഇതുവരെ സംശയമായിരുന്നു. ഇന്നതാ യോഗം വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇതാണ്. ഇടത്തിന് ശരിയും കോൺഗ്രസിന് ശനിയുമാണോ? ഇന്നത്തെ വിശദീകരണത്തിൽ ആ പൊതുയോഗത്തിൽ പ്രതിനിധികൾക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടുവെന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. ഒന്നോ രണ്ടോ ബാനറുകൾ ഉയർന്നു കാണും, പക്ഷേ കരയോഗം കൈവിട്ടിട്ടില്ല. എന്തൊക്കെയായിരിക്കും നമ്മൾ പറഞ്ഞ രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ഇതൊരു നിലപാടാണ്. ഇത് മന്നത്തോത്മാപനെടുത്ത നിലപാടാണ്. അതിന്നും ഞങ്ങൾ തുടരുന്നു എന്നുള്ളൂ. കാര്യം ക്ലിയർ ആണ്. NSS ഇടതിനോട് ചേർന്ന് നിൽക്കും. ആ നിലപാടിൽ മാറ്റമില്ല. സമദൂരത്തിലെ സത്യത്തിനൊപ്പം എന്ന രാഷ്ട്രീയ നിലപാടാണ് കരയോഗം പ്രതിനിധികൾക്ക് പെരുന്നയിൽ വിളിച്ച യോഗത്തിൽ ബോധ്യപ്പെടുത്തി നൽകിയത് സുകുമാരൻ നായർ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു മാധ്യമങ്ങൾ. മറുപടി ഇതാണ്. സമദൂരത്തിലെ സത്യം എന്ന് പറയുന്നത് സമദൂരത്തിൽ എവിടെയാണ് നമുക്കൊരു മാറ്റം വന്നിരിക്കുന്നത്? സർക്കാരിന് ഒരു മാറ്റം വരുത്തിയിട്ടില്ല. സമദൂരത്തിന് മാറ്റം വന്നു. തെരഞ്ഞെടുപ്പിൽ സമദൂരം തന്നെയാണല്ലേ സാറേ? ബാക്കിയുള്ള കാര്യങ്ങൾ രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരുന്നു. തെരഞ്ഞെടുപ്പിൽ സമദൂരം തന്നെയാണ്. സമദൂര നിലപാടാണ്. ഈ രാഷ്ട്രീയത്തിന് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലാന്ന്. നമ്മൾ ആ സമദൂരം തുടരും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും ഞങ്ങളില്ല. ഈ സമദൂരത്തിൽ നമുക്കൊരു ശരിദൂരം ഉണ്ടോ? ശരിദൂരം ഉണ്ട്. അതാണ് ഇപ്പൊ കാണിച്ചതാ. എന്തുകൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കുന്നു? മറുപടിയുണ്ട്. എന്തുകൊണ്ട് ബി.ജെ.പിയെ വിമർശിക്കുന്നു? മറുപടിയുണ്ട്. കോൺഗ്രസ് കള്ളക്കളി കളിച്ചു. നിയമനിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞ ബി.ജെ.പി ഒന്നും ചെയ്തില്ല. അപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു, നേതാക്കൾ ഇങ്ങോട്ട് വരാൻ നോക്കുന്നുണ്ടല്ലോ എന്ന്. മറുപടിയിലുണ്ട് എല്ലാം. ആരെങ്കിലും ചർച്ചയ്ക്ക് വല്ലതും വന്നിട്ടുണ്ടോ സാറേ? കോൺഗ്രസ് ബി.ജെ.പി ആരെങ്കിലും അനുനയ നീക്കം ആരെങ്കിലും വരുമെന്നല്ലോ പറയുന്നത്. സമയം ചോദിച്ചിട്ടുണ്ട് സാറിന്? ഞാൻ ആരെയും വിളിച്ചില്ല സാറേ. ഈ കോൺഗ്രസിന്റെ പുതിയ നേതാക്കൾ വന്നതിന് ശേഷമാണോ ഈ നിങ്ങൾ അകന്നു തുടങ്ങിയത്? പുതിയ നേതൃത്വം BD സതീശൻ വന്ന ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന എന്തിനാ പിന്നെ നിങ്ങളിട്ട് കുഴക്കുന്നു? സമുദായങ്ങളുടെ രാഷ്ട്രീയ നിലപാടിൽ UDFന് ആശങ്കയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നും പറഞ്ഞു. അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് നിങ്ങളോട് ആര് പറഞ്ഞുവെന്നാണ് VD സതീശന്റെ ചോദ്യം. ഇപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനം രാഷ്ട്രീയ തീരുമാനമാണ്. ഞങ്ങൾ ആ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. അത് അവരുടെ ഇഷ്ടമല്ലേ? അല്ല, എന്തിനും ഞങ്ങൾ ആശങ്കപ്പെടണം? എന്തിനാ? അത് അവരുടെ തീരുമാനം. അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം. ഒരു വിഷയത്തിൽ അവർക്ക് അത് എടുക്കാം. അല്ല, എന്ത് തെറ്റുള്ളത്? അവരെടുത്തോട്ടെ. പക്ഷേ അനുനയം വേണമെന്ന് ലീഗിന് ബോധ്യമുണ്ട്. മധ്യസ്ഥതയ്ക്ക് മുസ്ലിം ലീഗ് മുൻകൈയെടുക്കാമെന്ന് പറയുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇലക്ഷൻ ഇനിയും സമയമുണ്ടല്ലോ. രാഷ്ട്രീയമായിട്ടുള്ള നീക്കുപോകൾക്കും ചർച്ചകൾക്കും ഒക്കെ ഇനിയും സമയമുണ്ട്. ഒരു അന്തിമ തീരുമാനം വരുന്നേ ഉള്ളൂ ആ കാര്യത്തിൽ. നമ്മൾ കേരളത്തിൻ്റെ ഭാവിയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. കേരളത്തിൽ സമാധാനം വേണം, സാമൂഹ്യ സൗഹാർദ്ദം വേണം, വികസനം വേണം, മാറ്റങ്ങൾ. അതിന് ശക്തമായിട്ടൊരു ഗവൺമെൻറ് ഇവിടെ ആവശ്യമാണ്. ആ ശക്തമായിട്ടുള്ള ഗവൺമെൻറ്റിന് എന്താണോ ആവശ്യം ഈ കാര്യത്തിലൊക്കെ ലീഗ് പ്രതിജ്ഞാബദ്ധമായിട്ട് മുന്നോട്ട് പോകും. ചർച്ച ചെയ്യേണ്ടടുത്ത് ചർച്ച ചെയ്യും. കൂടിയിരിക്കേണ്ടടുത്ത് കൂടിയിരുന്നു കൊണ്ട് തന്നെ നല്ല തീരുമാനത്തിലെത്താൻ ലീഗ് സഹായിക്കും. UDFനെ ശക്തിപ്പെടുത്താൻ എന്താണോ ആവശ്യം ആ കാര്യത്തിൽ ലീഗ് മുന്നിട്ടുള്ളത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരമില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്നാണ് VD സതീശൻ പറഞ്ഞത്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മുൻപ് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാമുദായിക സമവാക്യങ്ങൾ മാറുകയാണ്. താക്കോൽ സ്ഥാനം കൈവിടാതിരിക്കാൻ സതീശൻ കുറച്ചു പാടുപെടും. പെരുന്നയിൽ പോകാതെ പാർട്ടി എങ്ങനെ പ്രതിരോധിക്കും? പെരുന്നയിലേക്കുള്ള വഴി മറന്നുവെന്ന പരാതിയായിരുന്നു ആദ്യം സുകുമാരൻ നായർ പറഞ്ഞിരുന്നത്. അന്നത് കേട്ടെങ്കിൽ, അന്ന് അവിടെ പോയെങ്കിൽ ഇന്ന് ഇടതിനൊപ്പമെന്ന് കേൾക്കേണ്ടി വരുമായിരുന്നു.